മുംബൈ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി RVS മണിയാണ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഭീകരാക്രമണം കോൺഗ്രസും ISIയും തമ്മിലുള്ള ഫിക്സഡ് മാച്ച്. ഹിന്ദു ഭീകരാക്രമണം വിശേഷിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. നിർണായകമായത് അജ്മൽ കസബിനെ പിടികൂടിയതെന്നും RVS മണിയുടെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി TS ആദർശും ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതമ അനന്തനാരായണനുമുണ്ട്. ആദ്യം നമുക്ക് ആദർശിലേക്ക് പോകാം. ആദർശ്, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഈ രാജ്യത്തിൽ ചോര ചീന്താൻ അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചത് ISIയുമായി കൂട്ടുചേർന്ന് പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ വാർത്തയുടെ? അശ്വതി, ഈ വെളിപ്പെടുത്തൽ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ സ്വീകരിക്കുന്ന നയവും അവരുടെ നിലപാടുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ISIയുമായി ചേർന്ന് കോൺഗ്രസ് നടത്തിയ മാച്ച് ഫിക്സിംഗ് ആണ് മുംബൈ ഭീകരാക്രമണം എന്നുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണിയുടെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം നേരത്തെ ഈ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഔദ്യോഗികമായിട്ടുള്ള ചുമതലയിലുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അദ്ദേഹത്തിൻ്റെതായി വരുന്ന മറ്റ് വെളിപ്പെടുത്തലുകൾ അതൊക്കെ തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. കാരണം ഈ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ 2010 അദ്ദേഹത്തോട് ഹിന്ദു ഭീകരവാദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഫയലുകൾ നൽകണമെന്ന് കോൺഗ്രസ് സർക്കാരിൽ ഉന്നതനായിരുന്ന, ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ ഏറെ സ്വാധീനമുള്ള ഈ നെഹ്റു കുടുംബത്തോട് ഏറെ അടുപ്പമുള്ള ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ മുംബൈ ഭീകരാക്രമണം 2008 നവംബർ 26 മുതൽ 29 വരെ നടന്ന മുംബൈ ഭീകരാക്രമണം അത് ഹിന്ദു ഭീകരാക്രമണമായി മാറ്റുന്നതിനുള്ള ഒരു നീക്കം, ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലിന് മറുപടി നൽകേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ആ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് ഉന്നതമായ പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. പാകിസ്ഥാൻ ചാരസംഘടനയുമായി കോൺഗ്രസിന് ഒരു മാച്ച് ഫിക്സിംഗ് നടത്തണമെങ്കിൽ ഈ കോൺഗ്രസിന് ആ പാകിസ്ഥാൻ ചാരസംഘടനയും അവർ നിയന്ത്രിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബയുമായി എന്താണ് ബന്ധം എന്നുള്ളതിൽ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് വ്യക്തത വരുത്തേണ്ടതും ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടതും. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അത് കൃത്യമായി തന്നെ മാലേഗാവ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങളിൽ നടന്ന ഗൂഢാലോചനയും ആസൂത്രണവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പല ഭീകരാക്രമണങ്ങളും രാജ്യത്തുണ്ടാവുകയും ചെയ്തിരുന്നു. അതൊക്കെ തന്നെ പലപ്പോഴും ഹിന്ദുത്വ ഭീകരാക്രമണമായി ചിത്രീകരിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ അന്ന് തന്നെ ഉയർന്നിരുന്നു. എന്നാൽ അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസും അവർ നിയന്ത്രിച്ചിരുന്ന ഏജൻസികളുമൊക്കെ അക്കാര്യം തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ അന്ന് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടത്. കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കുന്ന ന്യൂനപക്ഷ പ്രീണന നയം, അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒത്തുകളിയുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. കാരണം പാകിസ്ഥാൻ ചാരസംഘടന ലഷ്കർ-ഇ-തോയ്ബയെ ഉപയോഗിച്ചുകൊണ്ടാണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ, ആ ഒരു വെളിപ്പെടുത്തലിന് മറുപടി പറയേണ്ട ബാധ്യതയും ഈ രാജ്യത്തോട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതും. അശ്വതി, തീർച്ചയായും ആദർശ, വിവരങ്ങൾ വളരെ വ്യക്തമാണ്.